ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളിപ്പം ഉമ്മലസത്ത് നിന്ന് നേരെ ഹൂറ എക്സിബിഷൻ റോഡിലുള്ള സൈറോ ക്ലബിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഇന്ന് കോപ്പ സൈറയുടെ ഫസ്റ്റ് മാച്ച് നടക്കുകയാണ്. എല്ലാ സീസണിലും കോപ്പ സൈറയുടെ സൈറോ അക്കാദമിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് ഉള്ള കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു കോപ്പ സൈറ എന്ന് പറയുന്ന ഒരു മാച്ച് നടത്താറുണ്ട്. കഴിഞ്ഞ കൊല്ലം നടത്തിയിരുന്നു. ആ മാച്ചിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. 2015-16 അതിൽ ബോണായിട്ടുള്ള കുട്ടികളെ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ മാച്ച് നടക്കുന്നത്. ആ ഒരു ഇയർ ലിമിറ്റിൽ വരുന്ന സമയത്ത് കിച്ചുമോൻ ഇന്നത്തെ മാച്ചിൽ കളിക്കാനുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന വീഡിയോയിൽ കാണിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഒരു 3 ഓണപ്പരിപാടികളുണ്ട്. OICC നടത്തുന്ന ഓണസദ്യ ഇന്നാണ്. അതുപോലെ തന്നെ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ മനാമ ഏരിയ നടത്തുന്ന ഓണസദ്യ ഇന്നാണ്. അതുപോലെ തന്നെ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ഹിദ് ഏരിയ നടത്തുന്ന ഓണസദ്യയും ഇന്നാണ്. അത് കഴിഞ്ഞ് ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഒരു ജസ്റ്റ് റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അത് ഇന്ന് വൈകിട്ട് നമ്മുടെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഇന്ന് ബഹ്റിൻ കേരള സമാജത്തിൽ വെച്ച് നടക്കുകയാണ്. ആ ഭാഗങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ അല്ലെങ്കിൽ നൈറ്റ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോപ്പ സൈറയുടെ മത്സരങ്ങളൊക്കെ നടക്കുന്നത് ഹൂറ എക്സിബിഷൻ റോഡിലുള്ള ഈ ഒരു ഗ്രൗണ്ടിലാണ്. ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളെ ഗോസിയു മാളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ കോപ്പ സൈറയുടെ മത്സരങ്ങളും ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു നടന്നത്. 8 മണിക്ക് തന്നെ കളികൾ തുടങ്ങി. 7:30 റിപ്പോർട്ടിംഗ് ടൈമായിരുന്നു. എല്ലാ കുട്ടികൾക്കും അവരുടേതായ ജേഴ്സിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. 2015-ലെയും 2016-ലെയും ജനിച്ച കുട്ടികളെ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ കോപ്പ സൈറയുടെ ഫസ്റ്റ് മത്സരം നടക്കുന്നത്. ഈ സൈറയുടെ ഉമ്മലസത്തെയും അതുപോലെ തന്നെ മനാമ ഹൂറ ജുഫേറിലെ ബ്രാഞ്ചിലെ കുട്ടികളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ടീമംഗങ്ങളെ ഇറക്കുന്നത്. ഏകദേശം ഒരു ടീമിൽ 6 പേരാണ് പങ്കെടുക്കുന്നത്. എല്ലാ ടീമംഗങ്ങൾക്കും പ്രത്യേകം ജേഴ്സിയുടെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോപ്പ സൈറ ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, റെഡ്. വൈറ്റിൽ തന്നെ 2 ടീമംഗങ്ങളും അതുപോലെ തന്നെ ബ്ലൂവിൽ തന്നെ 2 ടീമംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം ടോട്ടൽ 6 ടീമംഗങ്ങളാണ് ഇന്നത്തെ കോപ്പ സൈറയുടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ഇളയ മോന് കിട്ടിയിരിക്കുന്നത് കളർ കോഡ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. ബ്ലൂവും ബ്ലാക്കും തമ്മിലുള്ള മത്സരത്തിൽ ബ്ലാക്കിനെതിരെ അവർ 4 ഗോളുകൾ നേടുകയുണ്ടായി. ആ ഒരു മത്സരത്തിൽ ഇവാന് ബെസ്റ്റ് പ്ലെയറിനുള്ള അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. MBD അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിൻ്റെ ഫോട്ടോയൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു മത്സരം കോപ്പ സൈറ ബ്ലൂവും വൈറ്റും തമ്മിലായിരുന്നു. ആ ഒരു മത്സരത്തിൽ 1 ഗോളിന് അവർ തോൽക്കേണ്ടി വന്നു. തോറ്റു കഴിഞ്ഞാൽ കളിക്ക് പുറത്താണ്. അങ്ങനെ ഈ കോപ്പ സൈറയുടെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഹൂറയിൽ നിന്ന് നേരെ ഉമ്മലസത്തേക്ക് പോവാണ്. ഉമ്മലസത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഉച്ചയ്ക്കുള്ള ഓണപ്പരിപാടിക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് നേരെ ഉമ്മലസത്തേക്ക് പോകാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ഉമ്മലസത്തെത്തി ഓറഞ്ച് കഫേയുടെ അടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. ചൂട് ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. ഒട്ടുമിക്ക വെള്ളിയാഴ്ചകളും പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഓറഞ്ച് കഫേയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. നല്ല ചൂട് ചായയും കോഫിയും പഴംപൊരിയും ചിക്കൻ റോളും ചിക്കൻ കട്ട്ലൈറ്റും പപ്സൊക്കെ കിട്ടുന്ന ഒരു ബേക്കറിയാണ് ഓറഞ്ച് കഫേ എന്ന് പറയുന്നത്. ഉമ്മലസം ദേപുട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഓറഞ്ച് കഫേ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല ചൂട് പഴംപൊരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ റോളും ചിക്കൻ കട്ട്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചൂട് ചായയും കോഫിയൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം OICCയുടെ ഒരു ഓണപ്പരിപാടി നമ്മളെ KCയിൽ വെച്ച് നടക്കുന്നുണ്ട്. സഗയിലുള്ള KCയിൽ വെച്ച് നടക്കുന്നുണ്ട്. നമ്മളെ മിനിച്ചേച്ചിയും റോയിച്ചാനൊക്കെ അതിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓണപ്പരിപാടിക്ക് പങ്കെടുക്കണം. സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ ഹിദ് ഏരിയയുടെ മനാമ ഏരിയയുടെ ഓണപ്പരിപാടി നടക്കുന്നുണ്ട്. അതിലും പോയി പങ്കെടുക്കണം. എന്തായാലും ആ ഓണപ്പരിപാടിയുടെ വിശേഷം വീട്ടിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഏകദേശം 11:30-12 മണിയോടുകൂടി ഞങ്ങൾ OICCയുടെ ഓണപ്പരിപാടികൾ കാണാൻ വേണ്ടിയിട്ട് സഗയിലുള്ള KCയിലേക്ക് പോവുകയാണ്. ബിനുവിൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള സമാജത്തിൻ്റെ അടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ KCയിലെത്തി. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഓണപ്പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓണസദ്യ ഫസ്റ്റ് പന്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബഹ്റിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സാംസ്കാരിക നേതാക്കന്മാരെയും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ അവിടെ കാണുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേജിൽ കുഞ്ഞു കുട്ടികളുടെ ഓണപ്പാട്ടുകളും ഡാൻസുകളും ഫ്യൂഷൻ ഡാൻസുകളും ചേച്ചിമാരുടെ തിരുവാതിര കളികളും അതുപോലെ തന്നെ കൈകൊട്ടി കളികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. വൻ ജനാവലിയായിരുന്നു ഈ OICCയുടെ ഈ വർഷത്തെ ഓണപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. ഏകദേശം 3-4 പന്തികൾ കഴിഞ്ഞതിന് ശേഷം
ശേഷമാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ തന്നെ സാധിച്ചത്. ഓണസദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ BKCയിലെത്തി. BKCയിൽ ഈ വർഷത്തെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. 2 സെക്ഷനായിട്ടാണ് ആ ഒരു ഫെസ്റ്റിവൽ നടന്നത്. ആദ്യത്തെ സെക്ഷൻ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 5 മണി മുതൽ രാത്രി 12 മണി വരെയാണ് രണ്ടാമത്തെ സെക്ഷൻ. ആ സെക്ഷനിൽ പ്ലേ ബാക്ക് സിംഗേഴ്സായ കൗശിക്കും പുണ്യൊക്കെ അവതരിപ്പിക്കുന്ന ഗാനമേളയൊക്കെ ഉണ്ട്. ആ പരിപാടിയൊക്കെ നിങ്ങളെ കാണിക്കും. ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഫസ്റ്റ് സെക്ഷൻ ഓൾറെഡി കഴിഞ്ഞു. വൈകിട്ടത്തെ പ്രോഗ്രാം തുടങ്ങുന്നത് വൈകിട്ട് 5 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. ആ ഒരു പ്രോഗ്രാമിൻ്റെയും ഗാനമേളയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അവിടെ മറ്റേ ഇങ്ങോട്ടെ എവിടെ എവിടെ തിരിഞ്ഞാലുണ്ടെങ്കിൽ ഇന്ന് കുക്കിലും മൂലയിലും എവിടെ തിരിഞ്ഞാലും കുക്കിലും മൂലയിലും ബംഗാളി എന്നെ ഏകദേശം ഒരു വൈകിട്ട് 7 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് വീണ്ടും BKCയിലെത്തി. ഇടയ്ക്ക് തന്നെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ BKCയിൽ വരുന്ന സമയത്ത് വൻ ജനാവലിയാണ് ആ ഒരു BKCൻ്റെ പരിസരത്തും പുറത്തും അകത്തും ഒക്കെ കാണുവാൻ കഴിഞ്ഞത്. ഈ വർഷത്തെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ബഹ്റിൻ്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് നടക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനാണ്. ആദ്യത്തെ സെക്ഷൻ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുവാൻ സാധിച്ചു. പുറത്ത് തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. നമ്മുടെ നാട്ടിലെ പള്ളി പെരുന്നാൾ കണക്കെ ആയിരുന്നു ഈ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ മനോഹരമാക്കി തീർത്തത്. ഇപ്പം പ്ലേ ബാക്ക് സിംഗേഴ്സായ കൗശിക്കിൻ്റെയും പുണ്യയുടെയൊക്കെ ഗാനമേള നടക്കുകയാണ്. ആ മനോഹരമായ ഗാനമേളയുടെ പ്രശസ്ത ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ പാട്ടുകളൊന്നും കാണിക്കാൻ സാധിക്കത്തില്ല. കോപ്പി റൈറ്റിംഗ് ഉള്ളത് കാരണം നമുക്ക് ആ പാട്ടുകളൊന്നും ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. എന്തായാലും അടിപൊളി ഒരു പ്രോഗ്രാമായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മളെ സെഗേറുള്ള അപ്പാപ്പൻസിലാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും ഈ BKCയിലെത്തി. അപ്പോൾ വൈകിട്ട് അല്ലെങ്കിൽ ഒരു രാത്രി 12 മണിയോട് കൂടിയൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാം അവസാനിച്ചത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. രാവിലെ 6:30 മണി മുതൽ രാത്രി 12:30 വരെ നമ്മുടെ ജീവിതത്തിൽ വീക്കെൻഡിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന ക്യാപ്ഷനോട് കൂടി ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.